സോ ഹായ് ഗൈസ്, ഞങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളെ ലൂട്ടൻ കാണിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ നിങ്ങളുടെ ക്ലൈമറ്റ് കണ്ടില്ലേ? ബിക്കോസ് ഇവിടെ ഇപ്പം 4 മണിയായി, അപ്പോൾ തന്നെ ഇരുട്ടായി. ഞങ്ങൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റായി പോയി. ഓക്കെ ഗൈസ്, ഇതുണ്ടോ ആ ചില്ലകളുടെ ഇടയിൽ കൂടിയുള്ള വീട്? ഇതല്ല ഉദ്ദേശം. ഇനി സൂമാവും. സൂപ്പർ. ഇത്ര ഗൈസ് മാക്സിമം സൂമാവുള്ളൂ. പിന്നെ ഇതാണ് ഇവിടുത്തെ UK വീടുകൾ. ഈ വീടുകളൊക്കെ ശ്രദ്ധിച്ചറിയാം. ഇതൊക്കെ മെയിൻ, എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒറ്റ വീടാണ്. ഇതൊക്കെ പാർട്ടീഷൻ ചെയ്തേക്കണെയാണ്. ആണ് ജെറി, പറയൂ. ഇത് 1970 റീഡിസൈൻ ചെയ്ത എന്താ പറയാ ബിൽഡിംഗ് ആണ്. അതെ, നമ്മൾ 1970 ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് വിശ്വസിക്കാൻ പറ്റില്ല. ഇവിടുത്തെ എന്താ പറയാ ജിയോഗ്രഫി പറയുന്നത് അങ്ങനെ. യെസ്, ജിയോഗ്രഫി. ഇതിനുള്ളിൽ റൂമൊന്നും ഇല്ലാന്നുണ്ടെങ്കിലോ ഇത് അവിടുന്ന് ഈ തല മുതൽ ആ തല വരെ ഒരു ഹോളല്ലേ? സത്യം, ഞാനും അത് ആലോചിക്കുന്നത്. അതെ, നിങ്ങൾ തന്നെ നോക്കി, ഇത് എവിടെയെങ്കിലും സ്പേസ് കാണണ്ടോ? ഇല്ല. ഈ റൂമുകൾ, ഇവൻ പറഞ്ഞ റൂമുകളൊന്നും ഇല്ല. എനിക്ക് ഇത് ഒറ്റ ഒരു വലിയ ഹോളാണ്. സത്യം, ഒരു ട്രെയിൻ പോലെ. ഇത് ആ അറ്റം തൊട്ട് അങ്ങേ മുകളിൽ വരെ. ഇൻക്രെഡിബിൾ. നോക്കൂ, ഈ ഒരു വാതിലുണ്ടോ? 2 വാതിലാണുണ്ടോ? ഒരു ബ്ലൂ വാതിൽ, ഒരു ബ്രൗൺ വാതിൽ, ഒരു വൈറ്റ് വാതിലും. ഈ വാതില് ഇപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇപ്പുറത്തോ, ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പുറത്തോ അറിയില്ല. അതാണ് UK-ന്റെ ഏറ്റവും പ്രൈവസി. കൺസ്ട്രക്ഷൻ, ആർക്കിടെക്ചർ, ലാൻഡ്സ്കേപ്പ്. ഇവിടെ നടക്കുന്ന ഒരു ശബ്ദം പോലും ഇപ്പുറത്ത് കേൾക്കില്ല. യെസ്, നമുക്ക് അധികം ആ വീട്ടിലേക്ക് സംസാരിക്കണ്ട. അയാൾ നോക്കുന്നുണ്ട്. ഞാനിങ്ങനെ നടന്നാൽ രസം ഉണ്ടാവില്ലേ? പിന്നെ യെസ്, സൂപ്പർ ആയി. ഇതാണ് ഞങ്ങളുടെ ടർഫ്. ഞങ്ങൾ സമ്മറിലൊക്കെ ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന സ്ഥലം. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഫുട്ബോൾ ഇല്ല, ബട്ട് ഇതാണ് നമ്മുടെ ടർഫ്. കണ്ടോ, ഇവിടെ നമ്മൾ സമ്മറിലൊക്കെ കളിക്കാൻ പറ്റും. ഇവിടെ ആക്ച്വലി ഫ്രീ ആണ്. നമ്മുടെ ലൂട്ടൺ കൗൺസിലിന്റെ ടർഫാണ്. സോ ഈ വീഡിയോ കാണുന്നവർ വിചാരിക്കും ഞാൻ ഈ സാധനം ഫാഷന് വെച്ചാണ്. ദിസ് ഈസ് നോട്ട് ഫാഷൻ. തണുപ്പായിട്ട് വെച്ചതാ. തണുപ്പടിക്കും. ചെങ്ങായി ഇങ്ങനെ പച്ചക്ക് നിക്കണം നിങ്ങൾക്ക് മനസ്സിലാവുള്ള. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇടും. ബട്ട് ഓണസ്റ്റ്ലി ഇവിടെ നമ്മുടെ ചെവിയിലൊക്കെ നന്നായിട്ട് തണുപ്പ് കയറും ഗൈസ്. പിന്നെ മൾട്ടിപർപ്പസ് ആണല്ലോ, പാട്ടും കേൾക്കാം, ഗൈസ്. കണ്ടോ ഈ ചെയർ ഇവിടെ ഇരിക്കണോ? ഇങ്ങനെ പല കാര്യങ്ങളും ഇവിടെ അസഹനീയമായ കാര്യങ്ങൾ ഇവിടെ നടക്കും. ഇല്ല, ചെയർ കണ്ടോ? ഇത് നമുക്ക് വളരെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഗൈസ്. അജ്ഞാതമായിട്ടുള്ള ഈ ചെയർ. അമ്മേ, കാണാൻ പറ്റാത്ത ഒരു 4 ഡൈമെൻഷൻ. ഞാൻ പറയട്ടെ ഗൈസ്, ഇങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ഇവിടെ വഴിയിൽ നിന്ന് നമുക്ക് കിട്ടും. യൂസ്ഡ് ആയിട്ടുള്ള ചെയർസ്, ഫർണിച്ചേഴ്സ്, അതൊക്കെ ഇപ്പൊ നമ്മുടെ ഗൈസ്. അപ്പം നമ്മൾ ടൗണിലേക്ക് കയറാൻ പോവാണ്. ഈ പറയുന്ന ഈ സാധനം കണ്ടോ? ചാലിങ് ഞങ്ങളുടെ ഒരു വലിയ കടയാണ്. ഇതാണ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി, ബെഡ്ഫോർഡ്ഷയർ യൂണിവേഴ്സിറ്റി. അതിൻ്റെ അടുത്താണ്. പിന്നെ ഈ ചായലിംഗ് എന്ന് പറഞ്ഞ കടയുണ്ട് ഗൈസ്. അത് നമ്മൾ മലയാളികളുടെ ഒരു കടയാണ്. നമ്മൾ ചായലിംഗ് എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഒരു വലിയ കടയാണ്. വലിയ കടയെന്ന് വെച്ചാൽ നമ്മൾ വന്ന് കഴിക്കാൻ കടയാണ്. ജെറിക്ക് എന്താ പറയാനുണ്ട്? മഞ്ഞ ലൈറ്റ് കത്തുന്നത് കണ്ടോ? ഈ സീബ്ര ലൈനിൽ 6 കാല് വെച്ചാലും ഈ മഞ്ഞ ലൈറ്റ് കത്തുന്ന സ്ഥലമാണെങ്കിൽ ഈ വണ്ടിക്കാരെ നിർത്തി കൊടുത്തേ പറ്റും. ഓ, ട്രാഫിക് റൂൾസ്. അങ്ങനത്തെ കുറെ വലിയ സംഭവം തന്നെയാണ് അല്ലേ? ഈ ലൈറ്റ് വേണം. അതെ, ഈ ലൈറ്റ് കണ്ട ഒരാൾ കാല് വെച്ചിട്ടുണ്ട്, വണ്ടി നിർത്തി കൊടുത്തേ പറ്റും. അതെ, അതാണ് ഇവിടുത്തെ നിയമം ഗൈസ്. ഇവിടുത്തെ നിയമം. ഇതാണ് ലണ്ടൻ ടാക്സി. ഇവിടുത്തെ ഭയങ്കര ഫേമസ് ടൈപ്പ് ഓഫ് ടാക്സിയാണ്. ക്രിസ്മസ് ആവുമ്പോൾ അതെ ഇവിടെ ഗൈസ്. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ വേറെ ഉദ്ദേശം കൂടെ ഉണ്ട്. നമ്മുടെ സുഹൃത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ നമ്മളൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാം കൂടി അതെ. ഓ, ലൈറ്റ്സ് 1 സെക്കൻഡ് ഗൈസ്. ഞങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ ലൈറ്റ്സ് ഒക്കെ ഉണ്ടാവുന്നത് കണ്ട. ഗൈസ്, ഇവിടെ ക്രിസ്മസ്, ബ്ലാക്ക് ഫ്രൈഡേ ഒക്കെ പ്രമാണിച്ച് ഓഫർ ഉണ്ട്. 90% ഓഫ് ഒരു കടയാണ്. സ്പോർട്സ് ഡയറ്റ്. ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടും, ഷൂസൊക്കെ കിട്ടും. ഗൈസ്, ഇത് നമ്മുടെ അടുത്തുള്ള ഒരു ഫേമസ് ചോക്ലേറ്റ് ആണ്, ലിഡിൽ. കണ്ടാ, ഇവിടെ അങ്ങനെ റേറ്റ് കുറഞ്ഞ സാധനങ്ങൾ കിട്ടും ഗൈസ്. അപ്പോൾ നമ്മുടെ ജെറി ഫോണിൻ്റെ കേസ് എങ്ങാണ്ട് മാറ്റാൻ വേണ്ടി വന്നേക്കോട്ടോ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ അജിനൊരു ഷർട്ട് നോക്കുന്നു. നമ്മുടെ ബർത്ത്ഡേ ബോയ്ക്ക് ഷർട്ട് നോക്കുന്നു. മെൻസ് വേൾഡ്. ഇതാണ് മെൻസ് വേൾഡ് ഗൈസ്. കുറച്ചുകൂടി ഇതാക്കി ഗൈസ്. അപ്പോൾ നമ്മൾ ചെക്കന് വേണ്ടി എടുത്തത് ഇതാണ്, ഈ ടീഷർട്ട്. ഇത് കണ്ട് ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ നമുക്ക് നടന്ന് പോയി കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. അല്ലെങ്കിൽ ഈ തണുപ്പത്ത് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ കണ്ണീ കൂടി കാണുന്ന കാഴ്ച ഫോണിൽ കൂടി പകർത്താൻ പറ്റുന്നില്ല.
ഗൈസ് ഇതാണ് ഗാലക്സി ബിൽഡിംഗ്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സിനി വേൾഡ്, അതായത് നമ്മുടെ സിനിമാസ്. എൻ്റെ ജിമ്മ്, അത് ഞങ്ങളുടെ ജിം കേട്ടോ. ഇതാണ് എൻ്റെ ജിമ്മ്. 2 മാസമായിട്ട് പോയിട്ടില്ല ഗൈസ്. നാളെയോ മറ്റന്നാളോ അങ്ങനെ പോകണം. സിനിമാസിൽ പോയിട്ട് വന്നല്ലോ ചുമ്മാ. അപ്പോൾ ഗൈസ് ഇതാണ് അപ്പോൾ നമ്മുടെ സിനിമാസ്. ഇവിടെയാണ് ഞങ്ങളെല്ലാവരും സിനിമ കാണാൻ പറ്റുന്നത്. ഇവിടെയാണ് ഞങ്ങളൊക്കെ സിനിമ കാണാൻ പറ്റുന്നത്. നമ്മുടെ മലയാളം സിനിമ ഒക്കെ ഉണ്ട് കേട്ടോ. ഗൈസ് നമ്മുടെ ലുലു മാളിലുള്ള മറ്റേ ഫൺ ടൂറൊക്കെ പോലെ, അതായത് ഗെയിമിംഗ് സെൻറ്റർ. ഇത് ഗെയിമിംഗ് സെൻ്ററാണ്. അഞ്ചരിവാദിലാണ് നമ്മുടെ ഗെയിമിംഗ് സെൻറ്റർ ഗൈസ്. ഗൈസ് ജെറി ഈ സാധനം അടിക്കാൻ പോവാണ്. കമോൺ ജെറി, അടിച്ച് പൊളിക. പൂശ് വാ. 900 അടുത്ത് കിൻഡലടി. 900 എത്തിക്കോ? 900 മന്തി. അയ്യോ 900. ഗൈസ് ആ മെഷീൻ കേടാണ് ഗൈസ്. അത് ഫേക്ക് ആണ്. അത് ആ മെഷീൻ നല്ലതല്ല ഗൈസ്. അത് ഗൈസ് നമ്മുടെ അടുത്ത പരിപാടി ഇതെന്താ, ഇതിന്റെ പേരെന്താണ്? അടുത്ത പരിപാടി നമ്മൾ ടേബിൾ ടെന്നീസ് കളിക്കാൻ പോകുന്നു ഗൈസ്. അതെ 49-45 ഫൈനൽ മാച്ച്. അമ്പയിലാണ് കളി. ഞാൻ ജയിക്കും. ഗൈസ് അടുത്ത പരിപാടി 8 ബോൾ പൂൾ. ഇതെങ്ങനെ കളിക്കേണ്ടതെന്നൊന്നും അറിയില്ല. ഈ ടോമാഞ്ചിലൊക്കെ ഇത് കണ്ടല്ലാണ്ട് ഇതുമായിട്ട് കളിക്കാൻ അറിയില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞേ? ഈ ബോൾ ഇവിടെ അടിച്ചിട്ട് അടുത്ത പ്രാവശ്യം തോളം കണ്ടാക്കാം. ഈ സാധനല്ലേ അവിടെ കിട്ടിയോ? ഇവിടെ വീണാ? ഈ ആരെയും കാടി ഒരെണ്ണം വീത്ത്. എനിക്ക് ഒറ്റ കോയിനുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്.